അസ്സലാമു അലൈക്കും. നൈസുമു അക്കര. ഇന്നൊരു ഹരമുള്ളൊരു വീഡിയോ ആണ്. എന്നാൽ പിന്നെ കൂടാസനുണ്ടേ നോയി ചെറിയനകലം പല സാധനം നോക്കി വീണ് കിട്ടീനെ. മുട്ടായി ഇങ്ങനെ ചെറിയനകലം അങ്ങനെ പല സാധനവും വീണ് കിട്ടുന്നത്. പക്ഷെ ഒരു വെറൈറ്റി സാധനം വീണ് കിട്ടിയ ഒരു വ്യക്തിത്വമുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം വെറൈറ്റി. അപ്പോൾ ഇയാളെയാണ് അതിൻ്റെ ഇതാണെന്ന് അഞ്ചില്ല ബൊമ്മനക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ എന്തോ ഒരു വീണ് കിട്ടിയൊരു വിഷയമില്ല. അത് ഞങ്ങളെ മക്ക ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം തൊട്ട പറമ്പിന് ഞങ്ങളെ പറമ്പിനോട് ചേർന്ന വാളത്തോട്ടത്ത് വാളയും തെയ്യും കൂടിയുള്ള തോട്ടമുണ്ട്. ആ തോട്ടത്ത് ഒരു കുറേ ദൂരക്കായിട്ട് ഒരു അനക്കമായിട്ട് ഒരു സാധനം നിന്നായിട്ടുള്ള രൂപത്തുമൊക്കെ കണ്ട് അങ്ങനെ അവർ സംശയത്തും ഒരു തൊണ്ട് നികടെടുത്ത് അങ്ങനെ എറിഞ്ഞു നോക്കി. കുറേ ദൂരെ ആയതുകൊണ്ട് അപ്പോൾ മോൾ എറിയേണ്ട ഇത് അനങ്ങണ്ട കണ്ടല്ലേ അടുത്ത ഭാഗത്തൊക്കെ പോണ്ടിത്തൊക്കെ അതൊരു പശുക്കുട്ടിയാണ് സാധനം. പ്രസവിച്ച് അതിനെ ഉമ്മ ഇല്ലാതെ വിട്ടച്ചു പോയതായിട്ടുള്ള രൂപത്തിലാണ് കണ്ടത്. അതിനെ ബോഡിയൊന്നും ശരീരത്തൊന്നും അതിനെ ക്ലീൻ ചെയ്ത് നക്കി ക്ലിയർ ചെയ്തതല്ലേ. അത്ര ചെറിയ കിട്ടിയത് അത്ര ചെറിയ സമയം. ഇപ്പം എത്ര മാസമായിട്ട് കിട്ടി? ഇപ്പം ഏകദേശം ഒരു ജനുവരി 23 ഒരു വർഷം തികയും. ഇതാണ് ഈ ഉമ്മ എല്ലാം ഇട്ടച്ച് കിട്ടിയ പശുക്കുട്ടി. നാടൻ പശുവാണ്. അതുകൊണ്ട് അതിനെ വളർച്ച അങ്ങനെ. ഇപ്പോൾ ഒരു വയസ്സാകാണ്ട് ഇപ്പോൾ വമ്പ അതിനെ വളരെ വമ്പ എന്നെല്ലാം കൊടുത്തു വളർത്തി അവനെ. ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് ചായ, കട്ടൻ ചായ വന്ന് ലൈറ്റ് കട്ടൻ ചായയാണ് കൊടുത്തത്. അതിനുശേഷം പിന്നെ ഞാൻ വിശപ്പടങ്ങ് അത് പിന്നെ ആടിന് കടി കിടക്കുകയും ക്ഷീണം കാരണം അത് വിളിന്ന് നടക്കാതെ അവിടെ നിന്ന് കിടന്നു വരും. പിന്നെ ഞാൻ എണീപ്പിച്ച് ചായ കൊടുത്തത്. ചായ കൊടുത്തിച്ച് പിന്നെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പാക്കറ്റ് പാലിൻ്റെ കൂടുതൽ വെള്ളം കൂട്ടി അത് കായ്ച്ചു കൊടുത്ത. പിന്നെ എല്ലാ ദിവസവും ബേബി വിറ്റ ബാർലി പൗഡർ ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കുകയും പിന്നെ പാലും കായ കൂടെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മാറി മാറി അങ്ങനെ മണിക്കൂറുകളോളം മാറി മാറി അങ്ങനെ കൊടുത്ത് രാത്രി എല്ലാം ഒരു 2 മണി 1 മണി സമയത്തെല്ലാം ഇതിനും പാലും അങ്ങനെ കൊടുത്ത് അങ്ങനെ 3 മാസം വരെ പശുവും പാൽ വേറെ സ്ഥലത്തിന് കെട്ടിച്ചു കൊടുത്ത് ലാസ്റ്റ് ആഴ്ച 3 മാസം തികവാങ്ങായിരം ഒരാൾ 7 ലിറ്റർ പാൽ ഫ്രീ ആയിട്ട് തന്നെ ഡെയിലി തന്നെ അങ്ങനും കുടിച്ച് പിന്നെ അത് ഇതൊക്കെല്ലാം കൊടുത്തു. എന്നിട്ടെന്നത് ചായ എല്ലാം ഒഴിച്ചു കൊടുത്തു. അത്ര കണ്ട് ചാല തന്നെ ഞങ്ങൾക്ക് തന്നെ അത് അൽഹംദുലില്ലാഹ് അല്ലാഹു വളരെ അനുഗ്രഹം ചുരിങ്ങനെ. ഞാൻ ദ്വായെല്ലാം ചെയ്യണ്ടേ ഇങ്ങനെ നിസ്കാരം ആരെങ്കിലും വിലക്കാനാ കൊടുക്കുവാ? അത് സാധ്യത ഇപ്പോഴേ ഒന്നുമില്ല. എന്തായാലും വളർത്താൻ ഉദ്ദേശിക്കണം. എന്നെ വേറെ മോൻ വളർത്തേണ്ട ഒരു പശു കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് കൊടുപ്പാൻ ഉദ്ദേശിപ്പില്ലേ ഇത്ര ശരനാക്കി വളർത്തി ഉണ്ടെങ്കിൽ കുഞ്ഞായതെല്ലാം കിട്ടിയാൽ അങ്ങനെ ഉദ്ദേശമുണ്ട്.